പ്രായഭേദമില്ലാതെ പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് മുടിയിലുണ്ടാകുന്ന നര. നര പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് വേരിൽ നിന്ന് തന്നെ മാറ്റിയെടുക്കുന്ന ഒരു മാർഗമാണ് ഞാൻ പറയുന്നത്. തുടക്കത്തിൽ നിങ്ങൾ കണ്ടോ എന്തുമാത്രം മാറ്റമുണ്ടെന്ന്? നിങ്ങൾക്കിതാ ഇതേ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുടിയിലുണ്ടാകുന്ന നര പൂർണ്ണമായിട്ടും അതും വേരിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു ഡൈ ക്രീമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ എടുക്കേണ്ട പാത്രം എന്ന് പറയുന്നത് സ്റ്റീലിൻ്റെ പാത്രമാണ് എടുക്കേണ്ടത്. അതിലേക്ക് കോഫി പൗഡർ ചേർത്ത് കൊടുക്കണം 1 ടേബിൾ സ്പൂൺ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. അതിന് പകരം നിങ്ങൾക്ക് സാധാരണ കോഫി പൗഡറും എടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ എടുത്തേക്കുന്ന ഹെയർ കളർ എന്ന് പറയുന്നത് പൗഡറാണ്. നിങ്ങൾക്ക് ഹെയർ കളറിൻ്റെ ലിക്വിഡായിട്ട് കിട്ടും, അത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം നോർമൽ ഹെയറിനാണെങ്കിൽ അളവെന്ന് പറയുന്നത് 1.5 ടേബിൾ സ്പൂൺ ഹെയർ കളർ പൗഡർ മതിയാകും. ലിക്വിഡ് ആണെങ്കിലും 1.5 ടേബിൾ സ്പൂൺ മതിയാകും. ഒക്കെ ഒന്ന് കട്ട കെട്ടാതിരിക്കാൻ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ഇനി ഇതിലേക്ക് മിക്സ് ആക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷാമ്പു. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നോർമൽ ഷാമ്പു ആണ്. നമ്മുടെ ലോറിയലിൻ്റെ നോർമൽ ഷാമ്പു ആണ് എടുത്തിരിക്കുന്നത്. കണ്ടീഷണറോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. എപ്പോഴും നമ്മുടെ മുടിക്ക് നല്ലതെന്ന് പറയുന്നത് നോർമൽ ഷാമ്പു ഉപയോഗിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഷാമ്പു ചേർത്തതിന് ശേഷം നല്ല പോലെ അങ്ങ് മിക്സ് ആക്കി എടുക്കണം. കണ്ടോ, ഈ കാണുന്ന ഒരു പരുവത്തിലായിട്ട് കിട്ടേണ്ടതാണ്. ഈ കാണുന്ന ഈ ഒരു പാക്ക് നിങ്ങൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ മുടിയിൽ തേച്ച് പിടിപ്പിക്കണം. മുടിയിൽ തേച്ച് പിടിപ്പിച്ചാലേ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ റിസൾട്ട് കിട്ടുള്ളൂ. വെച്ചിട്ട് പിന്നീട് ഉപയോഗിക്കാനായിട്ട് നോക്കരുത്. ആ മുടിയുടെ ഭാഗത്തേക്ക് നമ്മൾ പല്ല് തേക്കുന്ന ഒരു ബ്രഷ് ഉണ്ടല്ലോ, ആ പല്ല് തേച്ചതിന് ശേഷം അത് ഉപേക്ഷിക്കുന്ന ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഞാനിവിടെ തേച്ച് കൊടുക്കുന്നത്. സ്കാൽപ്പിൽ പറ്റിയാലും പ്രശ്നമൊന്നുമില്ല. തേച്ച് നല്ല പോലെ പിടിപ്പിക്കണം. കൈ വെച്ചിട്ട് തേക്കുവാണെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് തേച്ച് പിടിപ്പിക്കാവുള്ളൂ, അല്ലെങ്കിൽ കൈ മുഴുവൻ കറുത്ത് പോകുന്നതാണ്. അങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ സ്കാൽപ്പിൽ പറ്റിയിട്ടില്ല. അതിൻ്റെ മുകളിലൂടെ തേക്കുവാണെങ്കിൽ നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് തേക്കുവാണെങ്കിൽ സ്കാൽപ്പിൽ പറ്റാതെ നമുക്ക് തേച്ചെടുക്കാൻ പറ്റും. ഇനി ഇത് ഉണങ്ങാൻ വേണ്ടി ഒരു 4 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടതാണ്. 4 മിനിറ്റിന് ശേഷം നമ്മളിത് കഴുകുന്നുണ്ടല്ലോ, നോർമൽ വാട്ടറിലെ കഴുകാവുള്ളൂ. അതല്ലാതെ മറ്റുള്ള ഒന്നും ചേർത്ത് കഴിയേണ്ട. ഓൾറെഡി അതിനകത്ത് ഷാമ്പു ഉണ്ട്. എൻ്റെ കൈക്കകത്ത് തന്നെ ചെറുതായിട്ടൊന്ന് പറ്റിയപ്പോൾ തന്നെ നല്ല പോലെ ബ്ലാക്ക് കളർ ആയിട്ടുണ്ട്. എന്തായാലും നമുക്കൊരു 4 മിനിറ്റിന് ശേഷം കഴുകിയിട്ടുള്ള ആ ഒരു മാറ്റവും കൂടി കാണിക്കാം. നിങ്ങൾക്ക് എണ്ണ തേക്കണമെങ്കിൽ നിങ്ങൾക്ക് മാത്രം തേച്ചാൽ മതി, അല്ലാതെ മുടിയിൽ തേക്കാൻ ഒരു ദിവസത്തേക്ക് പാടുള്ളതല്ല കേട്ടോ. എന്തായാലും ചെയ്യണേ.